സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലാതെയാണ് CJP നിൽക്കുന്നത്. പോലീസ് നടപടികളെ ഭയക്കാതെ സമരമുഖത്ത് തുടരുകയാണ് യുവാക്കൾ. ഇപ്പോഴും ജന്തർ മന്ദറിന് ചുറ്റും സേനാവിന്യാസം കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യം ഉണർന്നെണീറ്റെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. ഇതിനിടെ സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, സോനം വാങ്ചുക്കിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന BJPയുടെ കേന്ദ്രമന്ത്രിമാർ തന്നെ ഇന്നിപ്പോൾ ഈ അദ്ദേഹത്തെ അവിടെ ആശുപത്രിയിൽ ചെന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ BJP അതിനെ എങ്ങനെ മറികടക്കാം എന്നൊരാലോചന നടത്തുന്നുണ്ടാവണം. പക്ഷേ CJPയുടെ സമരത്തിൽ ഈ കാണായിട്ടുള്ള സംഘർഷങ്ങൾ മുഴുവൻ, ഡൽഹി പോലീസിൻ്റെ അതിരുവിട്ടുള്ള അക്രമങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് മേലുണ്ടായതിന് കണ്ടതിന് ശേഷം പോലും സമരത്തിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരികയാണ്, സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ് അല്ലേ? അതെ സനീഷ്, സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. കാരണം ഇത് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലാത്ത നിരവധി വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇപ്പോൾ CJPയുടെ സമരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾ ആദ്യം മുതൽ തെറ്റുന്നു എന്ന് തന്നെ പറയാം. കാരണം ആദ്യം സർക്കാർ കരുതിയിരുന്നത് സാധാരണഗതിയിൽ ഒരു പാർലമെൻറ്റ് മാർച്ച്, കാരണം പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ ഇത്തരം സമരങ്ങൾ പതിവാണ്. പക്ഷേ ആദ്യമേ തന്നെ അവിടെ സർക്കാരിന് പിഴച്ചു. കാരണം 5000 ആളുകൾ പ്രതീക്ഷിച്ചെടുത്ത് 10,000-ന് മുകളിൽ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ തന്നെ അവിടെ സംഘടിക്കുന്ന കണ്ടു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് പോയതും. പ്രത്യേകിച്ച് പാർലമെന്റ് മുന്നിലെത്തിയ വിദ്യാർത്ഥികളൊക്കെ തന്നെ പോലീസ് കണ്ണീർ വാതകം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചത്. അതിനുശേഷവും ഇപ്പോഴും വലിയ പിന്തുണ ലഭിക്കുകയാണ്. പോലീസിന്റെ അടുത്ത നടപടി ജന്തർ മന്ദറിലെ സമരപ്പന്തൽ ഒഴിപ്പിക്കുക എന്നായിരുന്നു. കാരണം കഴിഞ്ഞ 30 ദിവസമായി അവിടെയാണ് സമരം ചെയ്തിരുന്നത് CJP. പക്ഷെ കഴിഞ്ഞ ദിവസം ആ പന്തൽ ഒഴിപ്പിച്ചു. അതിനുശേഷം ജന്തർ മന്ദർ പോലീസ് നിയന്ത്രണത്തിലാക്കി. എന്നാൽ മിനിഞ്ഞാന്ന് രാത്രി തന്നെ അഭിജിത് ദീപ്കെ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയിരുന്നു. ഇന്നലെയും വലിയ പങ്കാളിത്തം ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോഴും ഭയപ്പെടാതെ തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്. ശരത് ലാൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ 2000 പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ, വിദ്യാർത്ഥികൾ അവിടെ എത്തുകയാണ്. തീർച്ചയായും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യായമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ അണിചേരുന്നത് ഈ സമരത്തിൽ. തീർച്ചയായും വലിയ പങ്കാളിത്തമായി ഈ സമരം മാറുകയാണ്. രാജ്യം ഉണർന്നിരിക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ അഭിജിത് ദീപ്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ സഹിതമാണ് അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് CJP ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പാർലമെന്റിന് പുറത്ത് CJPയുടെ നേതൃത്വത്തിൽ വലിയ സമരത്തിന് വേദിയാകുന്നു. പാർലമെന്റിനകത്തും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കറുപ്പ് വസ്ത്രം ധരിച്ചാണ് ഇന്ന് പ്രതിപക്ഷ MP-മാർ, കോൺഗ്രസിന്റെ MP-മാരൊക്കെ തന്നെ സഭയിലെത്തിയിരിക്കുന്നത്. KC വേണുഗോപാലിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും സയ്യിദ് നസീർ ഹുസൈനെയും ഒക്കെ തന്നെ കറുപ്പ് വസ്ത്രത്തിൽ കാണാം. അപ്പോൾ സർക്കാർ എന്ത് നിലപാട് ഇനി സ്വീകരിക്കും എന്നുള്ളത് കൂടി നിർണായകമായ കാര്യമാണ്. സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ചർച്ചയാകാമെന്ന നിലപാടിലേക്കൊക്കെ തന്നെ ഇന്നലെ പരസ്യമായി സമ്മതിക്കുന്നത് കണ്ടത്. ആദ്യത്തെ 2 ദിവസവും അതല്ലായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഈ വിഷയം ഉന്നയിക്കാൻ പോലും സർക്കാർ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ചർച്ചയാകാമെന്ന് പറയുമ്പോൾ പോലും ഇന്ന് രാവിലെ പാർലമെന്റിന്റെ ലിസ്റ്റ് ഓഫ് ബിസിനസ് നോക്കുമ്പോൾ ഏതായാലും ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ഏതായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ഏതായാലും ശക്തമായ നിലപാടുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിന് തീരുമാനം. ഇന്നിപ്പോൾ ഏതായാലും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ സഭയിൽ എങ്ങനെ ഈ വിഷയം ഉന്നയിക്കണമെന്ന് ചർച്ച ചെയ്യുകയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും എത്തിച്ചേരുക. സനീഷ്, ഇതിനകത്ത് രാകേഷ് ഒരു കാര്യമുള്ളത്, കേന്ദ്ര സർക്കാർ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഇന്നലെയും CJPയുടെ സമരത്തെ അവഗണിച്ചു വിടാം എന്ന് കരുതിയിട്ട് അത് നടന്നില്ല. അതിനുശേഷം പോലീസിൻ്റെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഇടപെടലിലൂടെ നേരിടാം എന്ന് കരുതി ഏതാണ്ട് അതും പരാജയപ്പെട്ട പോലെയാണ്. കാരണം കുട്ടികൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നു. മാത്രമല്ല, മാറി നിന്നിരുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ നേരത്തെ തന്നെ അവരോടൊപ്പം ഉണ്ടെങ്കിലും കോൺഗ്രസ് ഒരൽപ്പം മാറി നിൽക്കുകയായിരുന്നു. അവർ പക്ഷേ ഇന്നലെ വന്ന് സജീവമായിട്ട് സമരത്തിൻ്റെ മുന്നിൽ കയറി നിൽക്കാൻ തന്നെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ ആ നിലക്ക് പോലീസ് നടപടികൾക്ക് ഇരയാവുകയും അത് രാജ്യമാകെ ചർച്ചയാവുകയും എല്ലാം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവഗണിച്ച് മുന്നോട്ട് പോകാനോ അടിച്ചമർത്താനോ സാധിക്കുകയില്ല എന്ന നിലപാടിലേക്ക് ഇതിനകം BJP എത്തിയിട്ടുണ്ടാകില്ലേ? എങ്ങനെ അവരുടെ നിലപാട് വരാനാണ് സാധ്യത ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലല്ല ഇതേക്കാൾ കൂടുതൽ ശക്തമായിട്ട് സമരക്കാരെ അടിച്ചൊതുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാകുമോ?
സമരം തീർക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ ഇത്തരത്തിൽ രാജിയില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ചില ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 30 ദിവസത്തിന് ശേഷമാണ് ആദ്യമായി CJP-യുമായി കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. അതും ഈ രീതിയിൽ ജന്തർ മന്ദറിലെ വലിയ പങ്കാളിത്തം വന്ന ശേഷമാണ് JP നഡ്ഡ ഈ സമരക്കാരുമായി ചർച്ച നടത്തുന്നത്. 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരോട് ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിക്കുകയും ചെയ്തിട്ടില്ല. രണ്ടാമതായി ഇപ്പോൾ സോനം വാങ്ചുക്കിനെ സന്ദർശിക്കുന്ന നിലപാടിലേക്ക് പോലും കേന്ദ്രമന്ത്രിമാർ എത്തിയിരിക്കുന്നു. JP നഡ്ഡ തന്നെയാണ് അവിടെയും സോനം വാങ്ചുക്കിനെ കണ്ടത്. ഒപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ജിതേന്ദ്ര സിംഗും കണ്ടിരിക്കുന്നു. തീർച്ചയായും സോനം വാങ്ചുക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഈ സമരത്തിന് പിന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ സർക്കാരിനുണ്ട്. പക്ഷേ അത്തരമൊരു നിലപാട് സോനം വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ആദ്യ നിലപാട് നീറ്റ് വേണമോ അതോ അയോധ്യയിൽ ഉന്നയിക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് പോലും വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയോധ്യ BJP-യുടെ അപ്പാടെ അടിത്തറ തന്നെ ഇളക്കിയ ഒരു വിഷയമാണ്. ആ ഘട്ടത്തിൽ നീറ്റാണോ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം കോൺഗ്രസിനുണ്ടായിരുന്നു. മറ്റു പ്രതിപക്ഷ പാർട്ടികളാണ് നീറ്റ് വിഷയം തന്നെ ഉന്നയിക്കണം, വിദ്യാർത്ഥികളുടെ വിഷയമാണെന്ന് ആദ്യഘട്ടത്തിൽ നിലപാടെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയോടുകൂടി ആ നിലപാട് കോൺഗ്രസ് മാറ്റുകയായിരുന്നു. മാത്രമല്ല, ഈ സമരത്തോട് പോലും കോൺഗ്രസ് അകന്ന് നിൽക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. കോൺഗ്രസിന്റെ പിന്തുണ CJP-ക്ക് ആയിരുന്നില്ല, മറിച്ച് സോനം വാങ്ചുക്കിനാണ് ആ സമരപ്പന്തലിൽ എത്തിക്കൊണ്ട് പവൻ ഖേര ആദ്യമായി എത്തിയത്. അതുപോലും അന്ന് സോണിയാഗാന്ധിയുടെ നിലപാടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധി 1984-ൽ നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന സോനം വാങ്ചുക്കിന്റെ പിതാവിനെ സന്ദർശിച്ച കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത് സോണിയ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് 20-ാം നാൾ അത്തരം നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കോൺഗ്രസ് പോലും ഈ സമരത്തിനെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ തീർച്ചയായും BJP-ക്കും കേന്ദ്ര സർക്കാരിനും അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി കേന്ദ്ര സർക്കാരും BJP-യും ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലും നിതിൻ നബീൻ അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സനീഷ്. ശരി, നന്ദി രാകേഷ് വിവരങ്ങൾക്ക്. പാർലമെന്റ് മാർച്ചിനിടെ ഡൽഹി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചെന്ന് CJP. രാജ്യത്തെ യുവാക്കളോട് മോദി സർക്കാർ കാണിച്ചത് കൊടും ക്രൂരതയാണ്. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ 20-കാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എന്നാൽ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ന്യായീകരണം. വിശദാംശങ്ങളുമായി ആരതി ചേരുന്നു. ആരതി, ചില ചിത്രങ്ങൾ തന്നെയും പുറത്തു വന്നിരുന്നു. ഈ ഒരു സമരക്കാരൻ്റെ, ഒരു കുട്ടിയുടെ ദേഹത്താകെ ഈ പെല്ലറ്റ് ഉപയോഗിച്ചാൽ എന്ന പോലെയുള്ള മുറിപ്പാടുകൾ, അല്ലെങ്കിൽ ഈ ചെറിയ ബുള്ളറ്റുകൾ, നേരിയ ബുള്ളറ്റുകളാണല്ലോ, അത് ഇങ്ങനെ തറച്ചതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കാതെ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കാനാകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ 20-കാരി കുട്ടിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ, ആരോഗ്യാവസ്ഥ? സനീഷ്, ഈ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് കോക്രോച്ച് ജനത പാർട്ടി പ്രവർത്തകരും അവരെ അനുകൂലിച്ചുള്ളവരും നടത്തിയ പാർലമെന്റ് മാർച്ചിനെതിരെ പോലീസ് അതിക്രൂരമായ നടപടിയാണ് സ്വീകരിച്ചത്. അതിന്റെ പല ദൃശ്യങ്ങളും മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും എല്ലാം പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ പെല്ലറ്റ് ഗണ്ണും പ്രതിഷേധക്കാർക്ക് നേരെ ഡൽഹി പോലീസ് ഉപയോഗിച്ചു എന്ന തരത്തിൽ നേരത്തെ തന്നെ CJP അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരം ഇപ്പോൾ ഈ ഷെയ്ഖ് ഇർഷാദ് മൻസൂരി, ഡൽഹി സ്വദേശിയായ 25 വയസ്സുകാരനാണ്. ഷെയ്ഖ് ഇർഷാദ് മൻസൂരിയുടെ ചിത്രങ്ങളും വീഡിയോയും സഹിതം ഇപ്പോൾ CJP പ്രവർത്തകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഇർഷാദ് മൻസൂരിക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഈ ഷെയ്ഖ് ഇർഷാദ് മൻസൂരി. പെല്ലറ്റ് നീക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ ചിത്രവും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമായി അറിയാം ഏറെ ഗുരുതരമായ രീതിയിലാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ഷെയ്ഖ് ഇർഷാദ് മൻസൂരിക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ശരീരമാസകലം പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന്റെ മുറിപ്പാടുകൾ വ്യക്തമായി ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും കാണാം. ഇയാൾ ഇപ്പോൾ ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെല്ലറ്റ് നീക്കാനുള്ള ശ്രമങ്ങൾ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് CJP ഉന്നയിച്ച ആരോപണത്തിന് വ്യക്തമായ ഒരു തെളിവ് കൂടിയാവുകയാണ് ഈ ഷെയ്ഖ് ഇർഷാദ് മൻസൂരിയുടെ ചിത്രങ്ങൾ. ഇത് ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും ഈ CJP-യുടെ പ്രതിഷേധത്തെ അതുപോലെ പോലീസിന്റെ ക്രൂരതയെ മൂടിവെക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു വന്ന തെളിവുകളിൽ ആദ്യത്തെ കേസാണ്, അതായത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 80-ലധികം പ്രതിഷേധക്കാർക്ക്, ഈ മാർച്ചിൽ പങ്കെടുത്ത
കൊടുത്ത 80-ലധികം പ്രതിഷേധക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഇതിൽ എത്ര പേർക്ക് നേരെ ഈ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും CJPയുടെ പോലീസിന്റെ നരനായാട്ടിന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ക്രൂരമായ ഒരു സമാധാനപരമായ പ്രതിഷേധ മാർച്ചിനെ നേരിട്ടതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആശുപത്രി റിപ്പോർട്ടുകളും ഈ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നതിന് തെളിവായി പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധ മാർച്ചിന് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സംഘർഷത്തിനിടെ ഓടി നിലത്ത് വീണ ഒരു പെൺകുട്ടി, 20-കാരിയായ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡൽഹി സ്വദേശിയായ സാക്ഷിയാണ് ഈ പെൺകുട്ടി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. 20-കാരിയാണ്. ശ്വാസതടസ്സം നേരിട്ടതിന് പിന്നാലെ ഈ പെൺകുട്ടി നിലത്ത് വീഴുകയും സംഘർഷാവസ്ഥയ്ക്കിടെ ഓടിയ ആളുകൾ പെൺകുട്ടിയെ ചവിട്ടിയെല്ലാം ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴുത്തിനും അതുപോലെ തന്നെ മുഖത്തും നെഞ്ചിനുമെല്ലാം ഈ പെൺകുട്ടിക്ക് ചവിട്ടേറ്റിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലാണ് നിലവിൽ RML ആശുപത്രിയിൽ പെൺകുട്ടി 20-കാരി സാക്ഷി ചികിത്സ തുടരുന്നത്. ഇടയ്ക്ക് പെൺകുട്ടിക്ക് ബോധം വന്നെങ്കിലും വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണ് നിലവിൽ സാക്ഷിയുള്ളത്. സാക്ഷിയുടെ തുടർ ചികിത്സകൾ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സാക്ഷിയെ നിരീക്ഷിച്ചു വരികയാണ്. സനീഷ്. ശരി, നന്ദി ആരതി. വിവരങ്ങൾക്ക് എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗൗരവതരമായിട്ട് തുടരുകയാണ്. എന്താണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഒരു വളരെ ന്യായമായ ആവശ്യത്തിൻ്റെ പേരിൽ നടക്കുന്നൊരു സമരം, അതിൽ പങ്കെടുത്ത 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ഇങ്ങനെ ഗൗരവാവസ്ഥയിൽ കിടക്കുന്നതെന്ന് ആലോചിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമരത്തിലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക അത്രമേൽ ന്യായമായ കാര്യമാണ്. സ്വന്തം സർക്കാരിനോടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും വയലൻസ് ഉള്ള ഒരു സമരത്തിലല്ല പങ്കെടുക്കുന്നതെന്ന ആത്മവിശ്വാസത്തോടെ അവിടെ ചെന്ന് മുദ്രാവാക്യം വിളികളോടെ നിന്ന ആളുകൾക്ക് നേരെയാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ അതിക്രമം പോലീസ് നടത്തിയത് എന്ന് നമുക്കറിയാം. 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി അവിടെ വലിയ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് എന്നതാണ്. ആശുപത്രിയിൽ കിടക്കുകയാണ്. ഒപ്പം ഈ പെല്ലറ്റുകൾ അങ്ങേയറ്റം സംഘർഷഭരിതമായ സ്ഥലങ്ങളിൽ തീവ്രവാദികളടക്കമുള്ള ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ വലിയ കുഴപ്പമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കാനുള്ള ഈ നേരിയ ബുള്ളറ്റുകൾ, അത് ഒരുപാടെണ്ണം ഒന്നിച്ചു വന്ന് തറക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ പോലീസും ഈ സർക്കാരും അതിന് പിന്നിൽ അനുവാദം കൊടുത്ത ആളുകളും എത്രയൊക്കെ ക്രൂരമായിട്ടാണ് ഈ രാജ്യത്തെ തന്നെ ചെറുപ്പക്കാരോട് പെരുമാറിയത്, സമരക്കാർ